പാസ്ഓവർ സെദേറിൽ മസായിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്ന ക്രോസറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഇത് ശരിക്കും പലതരം നട്ട്സിൻ്റെ ഒരു മിക്സാണ് കേട്ടോ. ഹീബ്രുവിൽ നട്ട്സിന് പിറ്റ്സുഹീം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ പലതരം റൈസിൻസും ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. റൈസിൻസിന് സിമുക്കിം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി വേണ്ടത് പൊംഗ്രാനൈറ്റ് സിറപ്പാണ്. ഹീബ്രുവിൽ അതിന് റിമോൺ എന്നാണ് പറയുന്നത് കേട്ടോ. കാഷ്യൂ നട്ട്സും പിസ്താഷ്യൂവും ബദാമും വാൽനട്ടും റൈസിൻസും എല്ലാം ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് തണുത്ത വെള്ളത്തിൽ 10-12 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യണം. ഇനി അത് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിനായി ഡേറ്റ്സിൻ്റെ പേസ്റ്റോ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായി ആവശ്യത്തിന് പൊംഗ്രാനൈറ്റ് സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പാസ്ഓവറിൻ്റെ അഭിവാജ്യ ഘടകമായ ക്രോസറ്റ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് കേട്ടോ. ഈജിപ്തിലെ അവരുടെ അടിമത്തത്തെ സൂചിപ്പിക്കാനാണ് പാസ്ഓവറിലെ തീന്മേശയിൽ ഇത് വിളമ്പുന്നത്. കളിമണ്ണ് കൊണ്ട് ബ്രിക്സ് ഉണ്ടാക്കിയതിൻ്റെ ഈജിപ്തിലെ അടിമകളായിരുന്ന പിരമിഡുകൾ നിർമ്മിച്ചതിൻ്റെയും ഓർമ്മയെ സൂചിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ബ്രൗൺ കളർ.